വീര്യം കുറഞ്ഞ മദ്യത്തിന് പ്രത്യേക നികുതി ഏർപ്പെടുത്താനുള്ള തീരുമാനം എക്സൈസ് വകുപ്പ് മന്ത്രി അറിയാതെ കൂടിയാലോചനകൾ നടത്താതെ മുഖ്യമന്ത്രിയാണ് ബജറ്റിൽ തീരുമാനം പ്രഖ്യാപിച്ചത്. ധനകാര്യ വകുപ്പുമായും തദ്ദേശ വകുപ്പുമായും ബന്ധപ്പെട്ട തീരുമാനമാണ് ഇപ്പോൾ എടുത്തതെന്നാണ് മന്ത്രി എം ലിജുവിന്റെ പ്രതികരണം. നികുതി നിശ്ചയിക്കുന്നതിൽ എക്സൈസ് വകുപ്പിന് ബന്ധമില്ലെന്നും മദ്യനയത്തിൽ അത് വിശദമായി ചർച്ച ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി. 0.5% മുതൽ 10% വരെ വീര്യമുള്ള ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് 120% വിൽപ്പന നികുതി നിരക്കും 10% മുതൽ 20% വരെ വീര്യമുള്ളവയ്ക്ക് 175% വിൽപ്പന നികുതി നിരക്കും നിശ്ചയിക്കുന്നു. 0.5% മുതൽ 20% വരെ വീര്യമുള്ള മദ്യത്തിന് നികുതി നിശ്ചയിക്കുന്നതായിരുന്നു പ്രഖ്യാപനം. പിന്നാലെ പ്രതിപക്ഷം രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നു. ഈ ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി ഏകപക്ഷീയമായാണ് നികുതി നിശ്ചയിക്കാനുള്ള തീരുമാനമെടുത്തത് എന്ന കാര്യം ചർച്ചയായത്. എക്സൈസ് വകുപ്പുമായി വിഷയത്തിൽ ധനമന്ത്രി കൂടിയായ വി ഡി സതീശൻ ആശയവിനിമയം നടത്തിയിട്ടില്ല. എന്നാൽ നികുതി നിശ്ചയിക്കുന്നതിൽ എക്സൈസ് വകുപ്പിന്റെ ആവശ്യമില്ല എന്നാണ് മന്ത്രി എം ലിജുവിന്റെ മറുപടി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി നിശ്ചയിക്കുന്നതിൽ എക്സൈസ് വകുപ്പുമായി യാതൊരു ബന്ധവുമില്ല. അത് ആ തീരുമാനം എടുക്കപ്പെട്ടിരിക്കുന്നത് GSTയുമായി ബന്ധപ്പെട്ടാണ്. വിഷയത്തിൽ മുൻ LDF സർക്കാരിനെ വിമർശിക്കാനും എക്സൈസ് മന്ത്രി മറന്നില്ല. ഇവർ പറഞ്ഞ ഹോട്ടൽ ലിക്കറിന്റെ ഉൽപ്പാദനം ഡിസ്റ്റിലറി തുടങ്ങാനാണ് അനുമതി കൊടുത്തത്. മൈക്രോ ഡിസ്റ്റിലറി സംസ്ഥാന വ്യാപകമായിട്ട് വിതരണവും അതെന്ന് പറയുന്നത് 20 to 30%. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും ഒന്നാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കൂടിയാലോചനകളില്ലാതെയുള്ള തീരുമാനമായതിനാൽ തന്നെ സർക്കാരിലും മുന്നണിയിലും വരും ദിവസങ്ങളിൽ ഇത് വലിയ തരത്തിൽ ചർച്ചയാകാനുള്ള സാധ്യതയുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.